വലിയ പ്രതീക്ഷയാണ്. അപ്പൊ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രി കോഴിക്കോട്ട് പ്രസംഗിച്ച പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും കണ്ട കാഴ്ചയല്ല. ഒരു ട്രെൻഡ് രൂപപ്പെട്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും. യുപിയിലൊക്കെ നമുക്ക് നോക്കിയാൽ അത് വീക്ഷിച്ചാൽ മനസ്സിലാവും, നിരീക്ഷിച്ചാൽ മനസ്സിലാവും. വലിയ ശക്തമായ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ട്രെൻഡാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയായിട്ടല്ല മത്സരിച്ചത്, പരസ്പരം മത്സരിക്കുകയായിരുന്നു. മിനിമം ഐക്യം മാത്രമേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ മാക്സിമം ഐക്യമാണ്. വളരെ കുറച്ച് സ്ഥലത്തെ ഐക്യമില്ലാതുള്ളൂ. ഐക്യം ഉണ്ടായാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒക്കെ പെർസെന്റേജ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ബിജെപിക്ക് വളരെ കുറഞ്ഞ ഒരു പെർസെന്റേജ് വോട്ടേ ഇന്ത്യ രാജ്യത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹൈ പെർസെന്റേജ് വോട്ട് വെച്ച് കണക്ക് കൂട്ടിയാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്ത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡാണ്. സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ തന്നെ ബിജെപിക്ക് യാതൊരു വേരുമില്ല. നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഒരു ട്രെൻഡാണ്. ആ ട്രെൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിരീക്ഷകന്മാർ പറയുന്നത്. വലിയ വിലയിരുത്തി പറയുന്ന വിദഗ്ധന്മാരൊക്കെ ചേരിതിരിഞ്ഞ് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് UDF-ന്